Congratulations to Dan 100K. ഒരു മനുഷ്യനെ കൊണ്ട് 24 മണിക്കൂർ ഓടാൻ സാധിക്കുമോ? 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓട്ട മത്സരം ഉണ്ടാകുമോ? കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും സംഗതി സത്യമാണ്. അന്തർദേശീയ തലത്തിൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ പങ്കെടുത്ത് മെഡൽ നേടിയ ഒരു മലയാളിയുണ്ട്. ഇത് തിരുവനന്തപുരം സ്വദേശിയായ ജീനോ ആന്റണി. ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ മാസം ഫ്രാൻസിൽ വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഇദ്ദേഹം 24 മണിക്കൂർ കൊണ്ടോടിയത് 265.198 കിലോമീറ്ററാണ്. ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വേഗതയാണ് ഇത്. ഏറെ തയ്യാറെടുപ്പുകളോടും മുന്നൊരുക്കങ്ങളോടും കൂടിയാണ് ഓരോ മത്സരത്തിനായും ജീനോ ഇറങ്ങുന്നത്. 10 ആഴ്ച മാക്സിമം ലോങ് റൺസ് തന്നെയായിരുന്നു മാക്സിമം. അപ്പം അതിൽ മാക്സിമം ഒരു 14 മണിക്കൂർ വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്കിങ്ങനെ കോമ്പറ്റീഷന് വലിയ ചലഞ്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ ചലഞ്ച് ഉണ്ടായത് എനിക്ക് തണുപ്പായിരുന്നു. തണുപ്പ് 24 മണിക്കൂർ രാവിലെ ഒരു 23 ഡിഗ്രിയൊക്കെ ആയിരുന്നു. രാത്രിയാകുമ്പോൾ ഒരു ഏകദേശം 7 ഡിഗ്രി 8 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. 2018 മുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങിയ ഇദ്ദേഹം 2025 ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയിരുന്നു. 2023 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച ഇദ്ദേഹത്തിന് മാത്രമാണ് 2025 ഇന്ത്യയിൽ നിന്നും യോഗ്യത ലഭിച്ചത്. ഇത്തരത്തിൽ സ്വന്തമാക്കിയ അനേകം മെഡലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ജീനോയ്ക്ക് കാട്ടിത്തരാനായുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞപ്പം അതിൻ്റെ ക്രൈറ്റീരിയ ചിലപ്പോൾ എനിക്ക് ഇനി ജപ്പാനിൽ നടക്കാൻ പോകുന്ന 24 hours ഏഷ്യ ഓഷ്യാന ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ഉണ്ടാവും. അത് മെയിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് പിന്നെയും വരുന്നത്. അപ്പം ഇത്രയും നാൾ എനിക്ക് മെഡൽ അടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഇനി മുന്നോട്ട് പോകുന്നതോറും എനിക്കിപ്പം ടോപ്പ് ആവണമെന്നാണ്, ടോപ്പല്ല പോഡിയത്തിൽ വരണമെന്നാണ് ആഗ്രഹം. ഓരോ വിജയത്തിനും പൂർണ്ണ പിന്തുണയേകി ഒപ്പം നിൽക്കുന്ന കുടുംബം തന്നെയാണ് ജീനോയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇനിയും അനേകം കാതങ്ങൾ പിന്നിടാനുണ്ട്. നേടിയെടുക്കാൻ ഒട്ടേറെ മെഡലുകളുണ്ട്. ആ മോഹത്തോടെ തന്നെ ജീനോ കുതിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇനിയും ഒരുപാട് ഓടട്ടെ, ഒരുപാട് മെഡലുകൾ ജീനോയുടെ പക്കലിലേക്ക് വരട്ടെ. ഇന്ദുലേഖ രേണുണ്ട്. ഇന്ദുലേഖ ഒരു ദിവസം മുഴുവൻ ഓടുക, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടു 14 മണിക്കൂർ വരെ ഓടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് 24 മണിക്കൂറിലേക്ക് തണുപ്പിനെ അതിജീവിച്ച് ഒരു അത്രയ്ക്ക് അല്ലേ ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ മാത്രമാണ് ഈ ഒരു കായിക ഇനം ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയുക. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 24 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു മനുഷ്യന് ഓടാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ അത്ഭുതത്തോടു കൂടി ചിന്തിച്ചു പോകുമല്ലേ. എനിക്കൊന്നുമാണെങ്കിൽ അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ കൂടി വയ്യ. നമ്മളൊരു അരമണിക്കൂർ തികച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കിടക്കുകയോ അല്ലെങ്കിൽ മടുത്തു എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും മാറിയിരിക്കുകയും ചെയ്യാം. ഇപ്പം അങ്ങനെ ആരും നടക്കാറും ഓടാറും ഒന്നുമില്ല. ഇത് പിന്നെ ഒരു മത്സരത്തിലേക്ക് വരികയാണ്. 24 മണിക്കൂർ ഓടുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കഠിനമല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു. പറയുന്നത് പോലെ തന്നെ അത് കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നമ്മൾ അതിനുവേണ്ടി പാകപ്പെടുത്തി അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് കൃത്യമായ ഒരു നിഷ്ഠയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലേ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം അത്രത്തോളം കഠിന പ്രയത്നം ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കുറേ നാൾ മുമ്പേ തൊട്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നമുക്കറിയാം ജീനോ ആന്റണി വാരിക്കൂട്ടിയ മെഡലുകളൊന്ന് കാണണം. ഞാൻ ആ വീട്ടിൽ നേരിച്ചെന്ന് കണ്ടതാണ്. എല്ലാ ചുമരിലും ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് മെഡൽ. കാണുമ്പോൾ ശരിക്കും നമുക്ക് കൊതി തോന്നിപ്പോവും. അത്രത്തോളം മെഡലുകളാണ് ആ മനുഷ്യൻ കുറച്ച് നാളുകൾ കൊണ്ട് വാരിക്കൂട്ടിയിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നോക്കൂ, ആദ്യ 10-ലെത്തിയ ഏക ഇന്ത്യക്കാരനാണ്. ഒരു ഇന്ത്യക്കാരൻ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും അധികം വേഗതയിലാണ് ആ മനുഷ്യൻ ഓടിയെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും പേർ പങ്കെടുത്ത മത്സരത്തിനൊടുവിൽ നമ്മുടെ ഇന്ത്യയുടെ പതാകയും പുതച്ച് ഒരു മെഡലും വാങ്ങി അവിടെ നിൽക്കുമ്പോൾ എത്രത്തോളം അഭിമാനം ഉണ്ടായിട്ടുണ്ടായിരിക്കും ജീനോയ്ക്ക്. ജീനോ ഒരു ആർമിക്കാരനാണ്. ഞാനന്ന് കാണാൻ പോയ ദിവസത്തിന് പിറ്റേന്നും തിരികെ ജോലിക്ക് പോകാനിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. അതിനിടയിലാണ് ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടങ്ങളെ കൂട്ടിച്ചേർത്ത് ഓട്ടമത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇതുപോലെ നിറയെ മെഡലുകളൊക്കെ വാരിക്കൂട്ടുന്നത്. ജീനോയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും നൽകി ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന കുടുംബം തന്നെയാണ്. അച്ഛനും അമ്മയും ഡെഫൻഡമ്പാണ്. പക്ഷേ അവർ നൽകുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, ഈ നമ്മളൊക്കെ കയറി ചെല്ലുമ്പോഴായാലും നമ്മളവരോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോഴായാലും അവർ നമ്മളോട് റിയാക്ട് ചെയ്യുന്ന രീതിയുണ്ട്. എന്ത് സന്തോഷത്തോടെ എന്ത് അഭിമാനത്തോടു കൂടിയാണ് മകനെക്കുറിച്ച് അവർ പറയുന്നതെന്ന്. അങ്ങനെ ഫുൾ സപ്പോർട്ടുമായിട്ട് കുടുംബവും കൂടെയുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഇതറിഞ്ഞു, നമ്മുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എല്ലാവരുടെയും പിന്തുണ ജിനുവിനുണ്ട്. അടുത്ത ഇവന്റിലും അല്ലേ മെഡൽ നേട്ടത്തോടെ ജിനു നമ്മുടെ ഇടയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. ശരി, ജിനുയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും കൂടി അറിയിക്കുകയാണ്. ശരി ഇന്ദുലേഖ.